ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബീഫ് 65ന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ഒതന്റിക് രീതിയോ അതല്ലെങ്കിൽ റെസ്റ്റോറന്റ് സ്റ്റൈലോ ഒന്നുമല്ല. ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു മെത്തേഡ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള ഒരു പെർഫെക്ഷനോ ഒന്നും ഇതിനുണ്ടായിരിക്കില്ല. പക്ഷെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബീഫ് 65 ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് പ്രഷർ കുക്കറിലിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ബീഫ് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ വേറെ പ്രത്യേകിച്ച് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നമ്മുടെ ബീഫ് നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഓൾറെഡി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറമെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ടീസ്പൂൺ നിറച്ച അളവിൽ കോൺഫ്ലവറും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് മൈദയ്ക്കും അതുപോലെ കോൺഫ്ലവറിനും പകരമായിട്ട് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത പൊടികളുണ്ടല്ലോ, മൈദയും അതുപോലെ കോൺഫ്ലവറൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓൾറെഡി ഒരു മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെക്കാം. അത് ആവശ്യാനുസരണം മുഴുവൻ വേണമെങ്കിൽ മുഴുവൻ ചേർക്കാം. അതല്ലെങ്കിൽ നമുക്കത് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട എടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ ഒരു മിക്സിൽ ഉപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ ബീഫ് ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തിട്ട് തന്നെയാണ് വേവിച്ചേക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഒരു കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ നല്ലോണം നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു 65ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പം നമുക്കിനി ബീഫ് 65 ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഓയിൽ ചൂടായിട്ട് വരണം. ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല കുഴിഞ്ഞ പാത്രത്തിൽ എണ്ണ എടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിപ്പം ബീഫ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു പാത്രം എടുത്തേക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ മുട്ടയും അതുപോലെ കോൺഫ്ലവറും മൈദയൊക്കെ കോട്ട് ചെയ്തായതുകൊണ്ട് തന്നെ ഉലർന്ന് കിടന്നോളും. അതുപോലെ നമ്മൾ ഒരുപാട് തിക്കി നിറച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതല്ലേ, അതുകൊണ്ട് കുറച്ചൊന്ന് ഒരു വായുസ്ഥാനുള്ള പോലെ തന്നെ കിടക്കുന്നതാണ് നല്ലത്. നമ്മൾ ബീഫ് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീഫ് ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനും അതുപോലെ കാണാനുള്ളൊരു ഭംഗിക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ബാച്ച് നമ്മുടെ ബീഫ് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കോരിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ എണ്ണ അധികം വലിച്ചെടുക്കില്ല കേട്ടോ. ഈ ബീഫിൽ ഒരുപാട് എണ്ണ വരില്ല. അപ്പോൾ നമുക്കിത് മുഴുവൻ കോരിയെടുക്കാം.
ഇതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബീഫ് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.